തന്നെ വെച്ച് കൊടുത്തു. അതൊക്കെ ഭയങ്കര അവർക്ക് ഇഷ്ടമാണ്. കാരണം കാറ്ററിംഗുകാരുടെ ഫുഡൊക്കെ അവർ മിക്കവാറും ആൾക്കാർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരിപ്പോൾ ഞങ്ങൾ ചെല്ലാനായിട്ട് മിക്കവാറും സമയം കിട്ടുന്ന പോലെയൊക്കെ അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അവർ നോക്കാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉടമ്പടി പത്രം മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഒന്നിൽ ഞാൻ വരും, അല്ലെങ്കിൽ അടുത്തുള്ള ചേട്ടന്മാരാരെങ്കിലും വരുമ്പോൾ എനിക്ക് എല്ലാ മാസത്തെയും കിട്ടാറുണ്ട്. ആദ്യമേയൊക്കെ മടിയാണ്, ഇപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അവരോട് പറയും, ഞാനിത് പ്രാർത്ഥിച്ചിട്ടാണ് തരുന്നത്, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് വായിച്ച് നോക്കുക, എന്നിട്ട് കീറണ്ട, അടുത്ത ആർക്കെങ്കിലും കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതുപോലെ ബസ്സിലൊക്കെ കയറുമ്പം ഒരാൾ തന്നെയുള്ളിടത്ത് ഞാൻ പോയിരിക്കും, എൻ്റെ എപ്പോഴും എന്തെങ്കിലും ഒരു പത്രം കാണും. അവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ദൈവം തന്നതിന് എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് ഒത്തിരി നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. നീ ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. ആൻമരിയ സജി തൻ്റെ ആൻറ്റിയുമായിട്ട് വന്ന് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. 4th ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, 4th ഇയർ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തനിക്ക് എല്ലാ വർഷവും പാസ്സാകാൻ കഴിഞ്ഞു. ഡ്രോപ്പ് ഔട്ട് ആകാൻ വേണ്ടിയിരുന്ന മകളാണ്, പഠിക്കാനേ സാധിക്കുന്നില്ല. ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ, കോളേജിലെ പ്രശ്നങ്ങൾ, കോഴ്സ് ഇഷ്ടമില്ലാതെ ചേർന്നു, കോഴ്സ് പൂർത്തിയാക്കാൻ ഒട്ടും താല്പര്യമില്ല. ഈ ഒരവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയ മകളെ ഇന്ന് ഇവിടെ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ എങ്ങനെ ഒരുക്കി. തനിക്ക് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, തൻ്റെ മമ്മി ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. മമ്മി പറഞ്ഞിട്ടൊന്നും അത്ര അതിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാത്ത മകൾ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച കാശുരൂപവും പിടിച്ചുകൊണ്ട് അതുമാത്രമായിരുന്നു തനിക്കൊരു ആശ്രയമായിട്ട് ഉണ്ടായിരുന്നത്. ആ കാശുരൂപവുമായിട്ട് താൻ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതും തനിക്ക് പിന്നീടൊന്നും അറിയില്ല, പരീക്ഷ എഴുതി കഴിഞ്ഞ് എന്താ എഴുതിയതെന്ന്. എന്നാൽ എഴുതുമ്പോഴെല്ലാം ക്ലിയറാണ്.